നാരായണ നാരായണ എന്ന മഹാവിഷ്ണുനാമം ജപിച്ചിരുന്ന നാരദമുനി താൻ ഭഗവാൻ വിഷ്ണുവിന്റെ ഏറ്റവും ഉത്തമനും പരമഭക്തനുമാണെന്ന് കരുതിയിരുന്നു. അതുകൊണ്ടുതന്നെ അദ്ദേഹം എല്ലാവരെയും പരസ്യമായി വെല്ലുവിളിച്ചിരുന്നു. അത്രയും അഹങ്കാരിയായ അദ്ദേഹം ഒരു ദിവസം ഭഗവാൻ വിഷ്ണുവിനോട് തന്നെ ചോദിച്ചു, അയ്യോ എന്റെ ദൈവമേ, ഈ ഭൂമിയിലോ സ്വർഗ്ഗത്തിലോ പാതാളത്തിലോ അങ്ങയോടുള്ള ഭക്തിക്ക് തുല്യമോ കവിയുന്നതോ ആയ ആരെയെങ്കിലും എനിക്ക് കാണിച്ചുതരാമോ? ഭഗവാൻ വിഷ്ണു പുഞ്ചിരിച്ചുകൊണ്ട് നാരദമുനിയെ ഒരു ഗ്രാമത്തിലെ ഒരു മണ്ണുള്ള കുടിലിലേക്ക് കൊണ്ടുപോയി. കുടിലിലേക്ക് വിരൽ ചൂണ്ടി ഭഗവാൻ വിഷ്ണു പറഞ്ഞു, ഹേ നാരദരെ, ആ കുടിലിനുള്ളിൽ എന്റെ ഏറ്റവും വലിയ ഭക്തൻ ജീവിക്കുന്നു. ആരാണ് അകത്ത് താമസിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ആ വ്യക്തി തന്നേക്കാൾ ശ്രേഷ്ഠനെന്നും അറിയാൻ നാരദൻ ജിജ്ഞാസയോടെ കാത്തിരുന്നു. കുടിലിലെ താമസക്കാരന്റെ പ്രവർത്തനങ്ങൾ ഒരു ദിവസം മുഴുവൻ നിരീക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. പിറ്റേന്ന് പുലർച്ചെ ഒരു വൃദ്ധൻ കുടിലിൽ നിന്ന് പുറത്തിറങ്ങി അടുത്തുള്ള നദിയിൽ പോയി കുളിച്ചു. കുളിക്കുന്നതിനിടയിൽ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നു പറയുന്നത് അദ്ദേഹം ചില തവണ കേട്ടു. കുളി കഴിഞ്ഞ് പശുവിനെ കറക്കുക, നിലം ഉഴുതുമറിക്കുക, വിത്തുകൾ വിതയ്ക്കുക എന്നിങ്ങനെയുള്ള ദൈനംദിന ജോലികളിൽ അയാൾ മുഴുകി. ഈ ഓരോ പ്രവൃത്തിയിലും ഹരേ രാമ ഹരേ കൃഷ്ണ എന്നദ്ദേഹം ഏതാനും തവണ ജപിക്കുന്നത് നാരദൻ കേട്ടു. സൂര്യാസ്തമയത്തിനു ശേഷം അയാൾ അത്താഴം കഴിച്ചു ഉറങ്ങാൻ പോയി. നാരദൻ കോപാകുലനായി ഭഗവാൻ വിഷ്ണുവിന്റെ അടുക്കൽ പോയി. നാരദൻ ഭഗവാനോട് ചോദിച്ചു, പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്താത്ത, ധ്യാനിക്കാത്ത, ഒരു ക്ഷേത്രത്തിൽ പോലും പോകാത്ത, തന്റെ ദയനീയമായ വീട്ടിൽ താങ്കളുടെ ഒരു വിഗ്രഹം പോലുമില്ലാത്ത ഈ ദുർബലവൃദ്ധന്റെ ഭക്തിയുമായി എങ്ങനെ എന്റെ ഭക്തിയെ താരതമ്യം ചെയ്യാൻ കഴിയും? അദ്ദേഹത്തിന്റെ ദൈനംദിന ജോലികൾ ചെയ്യുമ്പോൾ അദ്ദേഹം ചെയ്യുന്നത് ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് കുറച്ചു തവണ പറയുക മാത്രമാണ്. താങ്കൾ അദ്ദേഹത്തെ താങ്കളുടെ ഏറ്റവും വലിയ ഭക്തൻ എന്ന് കരുതുന്നുണ്ടോ? മറുവശത്ത് ഞാൻ താങ്കളുടെ നാമം സദാസമയവും ജപിച്ചുകൊണ്ടിരിക്കുന്നു. മഹാവിഷ്ണു ഒന്നും മിണ്ടിയില്ല. പകരം എണ്ണ നിറച്ച ഒരു പിച്ചളക്കലം നാരദനു കൊടുത്തു. പ്രിയപ്പെട്ട നാരദ, ആ കുടിലിനടുത്ത് ഒരു ചെറിയ കുന്ന് കാണാം. ഈ എണ്ണക്കലം താങ്കളുടെ തലയിലേന്തി ആ കുന്നിനെ 3 തവണ ചുറ്റുക. പക്ഷേ ഒരു തുള്ളി എണ്ണ പോലും നിലത്ത് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ വിചിത്രമായ ദൗത്യത്തിന്റെ ഉദ്ദേശ്യമറിയാൻ നാരദന് ജിജ്ഞാസയുണ്ടായിരുന്നു. പക്ഷേ ഭഗവാന്റെ കൽപ്പനയെ ചോദ്യം ചെയ്യാതെ അദ്ദേഹം പറഞ്ഞതുപോലെ ചെയ്തു. അതീവ ശ്രദ്ധയോടെയും ഏകാഗ്രതയോടെയും എണ്ണക്കുടം തലയിലേന്തിക്കൊണ്ട് അദ്ദേഹം 3 തവണ കുന്നുചുറ്റി. പ്രദക്ഷിണം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം ഭഗവാൻ വിഷ്ണുവിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു, ഞാൻ ആ ദൗത്യം കൃത്യമായി നിർവഹിച്ചു. ഒരു തുള്ളി പോലും വീണില്ല. ഭഗവാൻ വിഷ്ണു പറഞ്ഞു, വളരെ നല്ലത് മഹർഷി. ഇനി പറയൂ, കുന്നിനു ചുറ്റും നടക്കുമ്പോൾ എത്ര തവണ താങ്കൾ എന്റെ നാമം ജപിക്കുകയും എന്നെ ഓർമ്മിക്കുകയും ചെയ്തു? നാരദൻ ഞെട്ടിപ്പോയി. കലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ അത്രയധികം മുഴുകിയിരുന്നതിനാൽ ഭഗവാന്റെ നാമം ഉച്ചരിക്കാനോ അവിടത്തെക്കുറിച്ച് ചിന്തിക്കാനോ പോലും അദ്ദേഹം പൂർണ്ണമായും മറന്നുപോയി. ഭഗവാൻ വിഷ്ണു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പോൾ ഞാൻ ആ വൃദ്ധ കർഷകനെ എന്റെ ഏറ്റവും വലിയ ഭക്തനെന്ന് വിളിച്ചത് എന്തുകൊണ്ടാണെന്നിപ്പോൾ മനസ്സിലായോ? എന്റെ ഭക്തരിൽ ഏറ്റവും ഉന്നതൻ എന്ന് സ്വയം വിളിക്കുന്ന താങ്കൾ ഒരു ലളിതമായ ജോലി ചെയ്യുമ്പോൾ എന്നെ പൂർണ്ണമായും മറന്നുപോകുമ്പോൾ, തുല്യമായ ഏകാഗ്രതയും കഠിനാധ്വാനവും ആവശ്യമുള്ള തന്റെ ഓരോ ജോലിയും ചെയ്യുമ്പോൾ ആ വൃദ്ധഭക്തൻ എന്നെ ഓർക്കുകയും എന്റെ നാമം ജപിക്കുകയും ചെയ്യുന്നു. തന്റെ മണ്ടത്തരം മനസ്സിലാക്കിയ നാരദൻ വിഷ്ണുവിന്റെ കാൽക്കൽ വീണു. തന്റെ അഹങ്കാരത്തിനും പൊങ്ങച്ചത്തിനും അദ്ദേഹം ക്ഷമ ചോദിച്ചു. പിന്നീടൊരിക്കലും എല്ലാവരിലും വച്ച് ഏറ്റവും മികച്ച ഭക്തനാണെന്ന് അദ്ദേഹം വീമ്പിളക്കിയിട്ടില്ല.